CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എച്ച് മെഹബൂബ് കൂടി നമുക്കിപ്പം ചേരുകയാണ്. ശ്രീ മെഹബൂബ്, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കാണാൻ കഴിയാത്ത ചില കാഴ്ചകൾ വീണ്ടും നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലായ രോഗികൾക്ക് പോലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്ക ലഭിക്കുന്നില്ല. അതിലേറെ ഗുരുതരമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അരുൺ പി ജെ പങ്കുവച്ചത്. കോഴിക്കോട് മെഡിക്കൽ, അതായത് DMO ജില്ലാ മെഡിക്കൽ ഓഫീസറിന്റെ തസ്തിക അങ്ങനെ തന്നെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആവശ്യത്തിന് മരുന്നില്ല, രോഗികളില്ല, ഡോക്ടർമാരില്ല. കേരളം കണ്ടു തുടങ്ങി 10 വർഷത്തിന് മുമ്പുള്ള കാഴ്ചകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിങ്ങൾക്കറിയാം, ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ രോഗികൾ വന്നു പോകുന്ന ആശുപത്രിയാണ്. അവിടെ നേരത്തെ തന്നെ ഒരു വാർഡിൽ ഉൾക്കൊള്ളുന്നതിനേക്കാളും രോഗികളെ രോഗികളും സംതൃപ്തരാണ്. നിലത്ത് പോലും കിടത്തി ചികിത്സിക്കുന്ന സമ്പ്രദായമാണ്. ഇന്നിപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനം ഇല്ല. എന്നാ പിന്നെ മറ്റൊരു സൗകര്യം ഉണ്ടായി കൊടുക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ രോഗികൾക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന് ഡോക്ടറെ കാണിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുകയാണ്. മറ്റൊന്ന്, പാത്തോളജിക്ക് ഇപ്പം ഫീസ് ഈടാക്കാൻ തീരുമാനിച്ചിരിക്കും. നേരത്തെ മന്ത്രി ശങ്കരൻ ആരോഗ്യമന്ത്രിയായ കാലത്താണ് DYFI സമരം നടത്തി ഈ ഫീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം നിലനിന്നിരുന്നത്. ഇന്നിപ്പം മറ്റെല്ലാറ്റിനും ഫീസ് ഈടാക്കുന്ന സംവിധാനമാണ്. ഇപ്പൊ DYFI കഴിഞ്ഞ ദിവസം അവിടെ സമരം നടത്തി. വളരെ അവിടെ HDS തീരുമാനിച്ചാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യായീകരണം പറഞ്ഞു. ഞാൻ HDS മീറ്റിംഗിൽ എനിക്ക് അന്ന് പനിയായതുകൊണ്ട് ഞാൻ പങ്കെടുത്തിട്ടില്ലായിരുന്നു. HDSയിൽ ചുട്ടപ്പം മാതിരിയുള്ള തീരുമാനം എടുക്കുക ചെയ്തത്. അതിന്റെ മറവില് അടിയന്തരമായി തന്നെ പിറ്റേ ദിവസം തന്നെ ഫീസ് ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നിപ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ഒരു മരുന്നും നേരത്തെ നൽകിയിരിക്കുന്ന ഒരു മരുന്നും ഒരു ഡിപ്പാർട്ട്മെന്റിലും ഇല്ലാത്ത ഒരവസ്ഥ കാണുന്നു. പുറത്തെ മെഡിക്കൽ ഷാപ്പുകാർക്കൊക്കെ നല്ല കൊയ്ത്തായിട്ടാണ് കാണുന്നത്. ഈ രീതിയിലേക്ക് ആരോഗ്യ മേഖലയുടെ അവസ്ഥ, പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് മലബാറിലെ കാസർഗോഡ് മുതൽ ഇപ്പുറം മലപ്പുറം ജില്ല വരെ പാലക്കാട് വരെയുള്ള ആളുകള് അവരുടെ ഒക്കെ തന്നെ ഏത് കേസും അത്തരത്തിലുള്ള കേസുകളെല്ലാം വർഷങ്ങളായിട്ട് കെയർ ചെയ്യുന്ന ആശുപത്രിയായിട്ട് നിൽക്കുന്ന ആശുപത്രിയാണ് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിന്റെ ആ പഴയ ഗാംഭീര്യം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു പ്രതീതിയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. വളരെ 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 പ്രയാസകരമാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിലൊക്കെ ഒരു പ്രത്യേകത, ഒന്നും പഠിക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്യാതെയാണ് മന്ത്രിയുടെയും ബന്ധപ്പെട്ടവരുടെയും ഒക്കെ പ്രസ്താവനകൾ. വസ്തുതക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇവരെല്ലാം പറയുന്നത് വളരെ കൃത്യമായിട്ട്. ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംരക്ഷണം എന്ന രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സംരക്ഷണ സമിതി രൂപീകരിക്കണമെന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരത്തെ കിട്ടിയിരുന്ന സൗകര്യങ്ങളെ തകർക്കുന്നതിനെ നമ്മൾ ശക്തമായിട്ട് എതിർക്കേണ്ടി വരും. ശ്രീ മെഹബൂബ്, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംരക്ഷണ സമിതി രൂപീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, സമാനമായ സാഹചര്യമാണ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലും. കേരളത്തിലെ ആകെ മെഡിക്കൽ മേഖലയെ സംരക്ഷിക്കേണ്ടത് തന്നെ ഒരു സമിതിയെ രൂപീകരിക്കേണ്ടി വരുന്ന സാഹചര്യം അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ വേണ്ടി വരും. അല്ലാതെ ഇപ്പൊ DMO ഇല്ല എന്ന് പറയുന്നത്, ഈ ഭരണം വന്ന ഉടനെ തന്നെ മന്ത്രി റിയാസ് നിയമസഭയെ സൂചിപ്പിച്ചാണ്. MLA എന്നുള്ള രീതിയിൽ റിയാസ് DMOയുടെ പ്രശ്നം കോഴിക്കോട് അന്നത്തെ നിപ്പ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് നിയമസഭയിൽ പറഞ്ഞാണ്. ഒരു ചാർജ് DMO ആണ്. ആരോടും ഒന്നും ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ ഒന്നും ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പൊ കോഴിക്കോടുള്ളത്. ആ ഒരു അവസ്ഥയിലാണ്. ശരി, വളരെ നന്ദി ശ്രീ M മെഹബൂബ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.